അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ദേശീയ പണിമുടക്കാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പൊതുവെ നമ്മളെ റൂട്ടുകളൊന്നുമില്ല, കംപ്ലീറ്റ് ബ്ലോക്കായി നിൽക്കുക. എൻ്റെ മനസ്സിൽ പലപ്പോഴായിട്ട് ഉയർന്ന ഒരു ഐഡിയ ആണ് വൈ വി ആർ നോട്ട് ട്രൈയിങ് ഓൺലൈൻ. എന്തുകൊണ്ട് നമുക്ക് ഓൺലൈനിൽ ചെയ്തുകൂടാ എന്നുള്ളത്. അപ്പോൾ പലപ്പോഴായിട്ട് പല പ്രശ്നങ്ങളായിട്ട് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഒന്നാമത് നമ്മൾ ഓൾറെഡി അതിൻ്റെ ബാച്ചിലായിരിക്കും, തിരക്കായി. ഒന്ന് റീതിങ്ക് ചെയ്യാനുള്ളൊരു സമയം നമുക്ക് പൊതുവെ കിട്ടാറില്ല. പിന്നെ ബന്ധും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഞാൻ എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത് ഓൺലൈൻ വഴിയാക്കി കഴിഞ്ഞാൽ ഒന്നാമത്തത് നമുക്ക് ആവശ്യക്കാരിലേക്ക് എത്താനും അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് ഇത് ഓർഡർ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ കറൻലി നമുക്ക് അതായത് ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴി നമ്മൾ റെഡിയാണ്. നമ്മൾ ഓർഡർ കിട്ടുന്നത് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കാറുണ്ട്. അതൊരു എഫക്റ്റീവ് അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെയിൽ സോഴ്സ് ആയിട്ട് നമുക്കത് കാണിക്കാൻ കഴിയില്ല. ബിക്കോസ് അത് നമ്മൾ പ്രത്യേകിച്ചൊരു സംഗതിയും ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റർ അതൊക്കെ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്കിത് ആവശ്യക്കാരിലേക്ക് എത്തും ചെയ്യാം. പിന്നെ നമുക്ക് പറഞ്ഞാൽ വലിയ ഒരു ടീമില്ല ഈ സെയിലിന് വേണ്ടിയിട്ടാണ്. സെയിലിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാൾ വണ്ടി പോവാം, പിന്നെ പ്രൊഡക്ഷനിലൊക്കെ ചെറിയ ടീമാണ്. അപ്പം നമ്മളിത് ഈ ഓഫ്ലൈൻ ആയിട്ടുള്ളൊരു ചാനൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ അത്രയും കോസ്റ്റുമാണ്, അത്രയും ഒരു ഹൈ റിസ്ക് സംഭവമാണ്. നമുക്കിപ്പോൾ വളരെ ഈസിയാണ് ആക്ച്വലി ഒരു ഓൺലൈനിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഈ ഡെലിവറി പാർട്ട്നേഴ്സ്, അതുപോലെ തന്നെ റീസെല്ലേഴ്സ് ആയിട്ടുള്ള ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ആമസോൺ, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, വേറെ കുറേ ഉണ്ട്. നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള രണ്ടെണ്ണം ഉണ്ട്. അപ്പം എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സോഷ്യൽ മീഡിയാസും ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കുറേ ചുറകളുണ്ട്. ഡോക്യുമെന്റ്സ് കുറവാണെങ്കിലും അവിടെ നമ്മളെ പണി കൂടുതലാണ് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കുക. പക്ഷെ നേരെ മറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ അതായത് ഇങ്ങനെ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമിൽ നോക്കുകയാണെങ്കിൽ അത് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് അവിടെ ആൾക്കാർ ഈ ആമസോണിൽ വരുന്നത് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് സൂപ്പർ മാർക്കറ്റിൽ ആൾക്കാർ വരുന്നത് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചുമ്മാ നടന്നു പോകുമ്പോൾ ഒരിക്കലും ഒരു സാധനം വാങ്ങുകയില്ല. ഓക്കെ, ഒരു ബൈയിങ് മെന്റാലിറ്റി പൊതുവെ കുറവായിരിക്കും നമ്മൾ ചുമ്മാ കാറിൽ പോകുമ്പോൾ. പക്ഷെ നേരെ മറിച്ച് നമുക്ക് അത് വാങ്ങണം, ഇങ്ങനെ ഈ ഒരു സാധനം വാങ്ങണം എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റ് പോകുന്നു, വാങ്ങുന്നു, പോരുന്നു. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പോൾ ഒരു മാർക്കറ്റ് പ്ലേസിൽ തന്നെ ആവുമ്പോൾ ബൈയിങ് ബിഹേവിയർ കസ്റ്റമറിലുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ഇതുപോലത്തെ ഇതിലൊന്നും നമ്മൾ ഒരു എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭൂരിഭാഗം ആൾക്കാരും, ജസ്റ്റ് റീൽസ് കാണാനും ഇതൊക്കെയാണ് ഭൂരിഭാഗം ആൾക്കാരും അതിൽ വിസിറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയാസ്. ഐ ചൂസിങ് ഷോപ്പിംഗ് പ്ലാറ്റ്ഫോംസ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ നമുക്ക് വരുന്നൊരു ചലഞ്ച് ഈ ഡോക്യുമെന്റ്സുകൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നെക്സ്റ്റ് പ്ലാൻ അതിലേക്കുള്ളതാണ്. അതിൻ്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസൈറ്റ് കിട്ടിയപ്പോൾ പറഞ്ഞു.